ഓരോ ഹൃദയകോശങ്ങൾക്കകത്തും ഏകദേശം 5000-ഓളം ഹൃദയത്തിന് ചാർജ് കൊടുക്കുന്ന ബാറ്ററികളുണ്ട്. പലപ്പോഴും ഹാർട്ടിൽ ഒരു ബ്ലോക്കും ഇല്ലാത്ത വ്യക്തികൾക്ക് പോലും ഈ ബാറ്ററിയിലെ ചാർജ് തീരുമ്പോഴാണ് വിട്ടുമാറാത്ത കിതപ്പ് വരിക, ക്ഷീണം വരിക. ഈ ബാറ്ററി എന്താണെന്നും ഈ ബാറ്ററിയുടെ ചാർജ് കൂട്ടാനും നിലനിർത്താനും നമ്മളിൽ ഓരോരുത്തർക്കും സ്വയം എക്സർസൈസ് കൊണ്ട് എങ്ങനെ സാധിക്കും എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഓരോ ദിവസവും 1,00,000-ത്തിലധികം തവണ ഹൃദയം ഇടിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഊർജ്ജം വേണം, ഇലക്ട്രിസിറ്റി വേണം. നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ഓരോ ദിവസവും ചാർജിൽ കുത്തിയിടാറുണ്ട്. പക്ഷേ ഹാർട്ടിനെ നമ്മൾ ചാർജിന് കുത്തിയിടുന്നില്ല. ഈ ചാർജ് കൊടുക്കുന്ന ബാറ്ററിയുടെ പേരാണ് മൈറ്റോകോൺട്രിയ. ഹൃദയത്തിലെ കോശങ്ങൾക്കകത്ത് കൊഴുപ്പും ഗ്ലൂക്കോസും എത്തുമ്പോൾ അതിനെ എനർജി കറൻസിയായ ATPയിലേക്ക് മാറ്റുന്നത് മൈറ്റോകോൺട്രിയയാണ്. ഒരൊറ്റ ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും ഏകദേശം 30ഓളം ATP ഊർജ്ജ കറൻസികൾ ഉണ്ടാവുന്നുണ്ട്. ഒരൊറ്റ കൊഴുപ്പ് തന്മാത്രയിൽ നിന്നും 100-ലധികം എനർജി കറൻസി ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന് ഏറ്റവും ആവശ്യം കൊഴുപ്പാണ്. ഓരോ ദിവസവും ഏകദേശം 6 കിലോഗ്രാമോളം ATP എന്ന എനർജി കറൻസി ഹൃദയം ഉണ്ടാക്കുന്നുണ്ട്. ഓരോ ATP ഉണ്ടാകുന്ന സമയത്തും ചില ആളുകളിൽ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറയുന്ന കേടുള്ള ഒരു വസ്തു ലീക്കായിട്ട് വരാം. ഇത് കൂടുതലായിട്ട് വരികയാണെങ്കിൽ മൈറ്റോകോൺട്രിയ നശിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും അധികം മൈറ്റോകോൺട്രിയ ഉള്ള അവയവം ഹാർട്ടാണ്. ഏറ്റവും അധികം മൈറ്റോകോൺട്രിയ കുമിഞ്ഞു കൂടിയിരിക്കുന്നത് ഹൃദയത്തിലാണ്. അതിന് കാരണം ഹാർട്ടിനാണ് ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമുള്ളത് എന്നതുകൊണ്ട് തന്നെയാണ്. ഹൃദയത്തിന് മിടിക്കാനും അതേസമയം ഹൃദയത്തിന് റിലാക്സ് ചെയ്യാനും മൈറ്റോകോൺട്രിയ വേണം എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഹൃദയം ഓരോ മിടിപ്പിന് ശേഷവും റെസ്റ്റ് എടുക്കുന്ന ആ ഡയാസ്റ്റോളിയിലാണ് കൂടുതൽ മൈറ്റോകോൺട്രിയ ആവശ്യം വരുന്നത് എന്നുള്ളതാണ് അത്ഭുതകരമായ സത്യം. ഇനി മൈറ്റോകോൺട്രിയക്ക് പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ എന്താണ് ശരീരത്തിൽ സംഭവിക്കുക? തുടക്കത്തിൽ ഹാർട്ട് അത് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഹാർട്ടിന്റെ പമ്പിങ്ങിനെ അത് ബാധിക്കും. ഹാർട്ടിന് റിലാക്സ് ചെയ്യാനും പറ്റാതെ വരും. ഇനി ഹൃദയത്തിലെ മൈറ്റോകോൺട്രിയ പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് എങ്ങനെ തിരിച്ചറിയാം? അതാണ് ഏറ്റവും പ്രശ്നം. സാധാരണ ടെസ്റ്റുകളിൽ ഒന്നും തന്നെ മൈറ്റോകോൺട്രിയയുടെ കുറവ് നമുക്ക് മനസ്സിലാക്കാനേ കഴിയില്ല. ഇതൊരു അദൃശ്യമായ ഹാർട്ടിന്റെ അസുഖമാണ്. പക്ഷേ അതിനുള്ള ചില അടയാളങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനം ഹാർട്ടിന്റെ ECG, എക്കോ ഇതെല്ലാം നോർമലായ ആളുകൾക്ക് പോലും നടക്കുന്ന സമയത്ത് കുറച്ച് കിതപ്പ് വരിക, തളർച്ച അനുഭവപ്പെടുക, അതുപോലെ എക്സർസൈസ് എടുത്തു കഴിഞ്ഞാൽ അമിതമായ ക്ഷീണം അനുഭവപ്പെടുക. രണ്ടാമത്തെ അടയാളം ഡയാസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ എന്ന് പറയും. ഹൃദയത്തിന്റെ പമ്പിങ് നോർമലായിരിക്കും, പക്ഷേ ഹാർട്ടിന് റിലാക്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എക്കോ ടെസ്റ്റിൽ കണ്ടുപിടിക്കുന്നത്. മൂന്നാമത്തത് മൈറ്റോകോൺട്രിയൽ പ്രശ്നങ്ങൾ ചിലർക്ക് ശരീരത്തിലെ പല അവയവങ്ങളെയും ഒരുമിച്ച് ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് തലച്ചോറിന് ഒരു മന്ദപ്പ്, മൊത്തം മസിലുകൾക്ക് വേദന വരിക, തലവേദന, മസിൽസ് തളർന്നു പോവുക, വയറിന്റെ പ്രശ്നങ്ങൾ, ചിലർക്ക് കേൾവി പ്രശ്നങ്ങൾ, ഇതെല്ലാം കണ്ടുവന്നിരിക്കാം. ഇനി മൈറ്റോകോൺട്രിയൽ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? ഒന്നാമത്തെ മാർഗമാണ് എക്സർസൈസ്. എയറോബിക് എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ മൈറ്റോകോൺട്രിയയുടെ എണ്ണം കൂടും. ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ മൈറ്റോകോൺട്രിയയുടെ ക്വാളിറ്റിയാണ് കൂടുന്നത്. ഹാർട്ടിന്റെ അസുഖമുള്ളവർ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രമേ എക്സർസൈസ് എത്ര വേണമെന്ന് തീരുമാനിക്കാൻ പാടുള്ളൂ.